നമസ്കാരം. നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഇനി വളരെ ചുരുങ്ങിയ സമയം മാത്രമേ ബാക്കിയുള്ളൂ. 140 മണ്ഡലങ്ങളിലും കടുത്ത പോരാട്ടമാണെങ്കിലും കേരളത്തിലെ ചില മണ്ഡലങ്ങൾക്ക് ചില സ്റ്റാർ പരിവേഷമുണ്ട്. എല്ലാവരും ഒരുപോലെ ഉറ്റുനോക്കുന്ന കടുത്ത മത്സര പോരാട്ടം നടക്കുന്ന മണ്ഡലം, അത്തരത്തിലൊരു മണ്ഡലമാണ് തൃത്താല. തൃത്താലയിലെ LDF കാൻഡിഡേറ്റ് MB രാജേഷാണ് ഇപ്പോൾ നീള 24 ലൈവിന്റെ കൂടെയുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഭയങ്കര ടൈറ്റ് കോമ്പറ്റീഷൻ ആണെന്നുള്ളത്. എങ്ങനെ തോന്നുന്നു ഈ ഒരു ഇലക്ഷനെ കുറിച്ച്? ഇത്തവണ LDF കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും, വളരെ കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും. കഴിഞ്ഞ തവണത്തേതിനേക്കാൾ നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. തൃത്താല നേരത്തെ സൂചിപ്പിച്ചു, എതിരാളികളും ശക്തരാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കഴിഞ്ഞ വർഷം എതിരാളികൾ സ്ഥാനാർത്ഥികൾ ഇവരൊക്കെ തന്നെയായിരുന്നല്ലോ. കഴിഞ്ഞ വർഷം ശക്തരായിട്ടുള്ള എതിരാളികളെയാണ് പരാജയപ്പെടുത്തിയത്. അതുപോലെ ഈ വർഷം കൂടുതൽ മെച്ചപ്പെട്ട തിളക്കമുള്ള വിജയമുണ്ടാകും. പൊതുവിൽ നിലനിൽക്കുന്ന ഒരു ആക്ഷേപമാണ് 4 വർഷം മണ്ഡലത്തിൽ കണ്ടില്ല, അവസാന സമയത്തായിരുന്നു മണ്ഡലത്തിൽ സജീവമായിട്ടുണ്ടായിരുന്നത്. അതിനോട് എങ്ങനെ പ്രതികരിക്കും? പൊതുവിൽ നിലനിൽക്കുന്ന ആക്ഷേപമല്ല, UDF നിങ്ങളോട് പറഞ്ഞുവിട്ട ആക്ഷേപം എന്ന് ചോദിക്കരുത് എന്നോട്. അല്ല, പൊതുവിൽ നിലനിൽക്കുന്നതെന്ന് പറയണ്ട. അവരിത് ചോദിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നാൽ അത് ശരിയല്ല. പൊതുവിൽ നിലനിൽക്കുന്ന എങ്ങനെയാവുക? നിങ്ങൾക്ക് എന്തറിയാം? നമ്മളിങ്ങനെ പബ്ലിക് ഒപ്പീനിയൻ എടുക്കുമ്പോൾ അത് UDF പ്രചരിപ്പിക്കുകയാണ്. ഇപ്പോൾ ഇവരാ 4 വർഷം ഇവിടെ ഇല്ലാതിരുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ UDF സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോഴാണ് ഉണർന്ന് ചുറ്റും നോക്കിയത്. അപ്പോഴേ അദ്ദേഹം എന്നെ കണ്ടുള്ളൂ എന്നുള്ളത് എൻ്റെ കുഴപ്പമല്ല, അദ്ദേഹത്തിൻ്റെ കുഴപ്പമാണ്. ഞാൻ ഈ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് സജീവമായി തന്നെ നിൽക്കുകയാണ്. എല്ലാ ശനിയും ഞായറും മന്ത്രിയായിരിക്കുമ്പോഴും മണ്ഡലത്തിലാണ്. അങ്ങനെയാണ് ഒരു ചുമതല. മറ്റു ജോലിയും കൂടി ഉണ്ടല്ലോ. തദ്ദേശ സ്വയംഭരണ ഉൾപ്പെടെയുള്ള സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുമ്പോൾ ആഴ്ചയിൽ 4 ദിവസം തിരുവനന്തപുരത്ത്, 1 ദിവസം മറ്റു ജില്ലകളിൽ, 2 ദിവസം തൃത്താലയിൽ. പിന്നെ ഇവിടെ നടന്ന എല്ലാ മുക്കിലും മൂലയിലും നടക്കുക എന്നത് മാത്രമായിരുന്നില്ല ജനങ്ങളെ ഏൽപ്പിച്ച ചുമതല വൃത്തിയായിട്ട് നിറവേറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് തൃത്താലയിൽ ഇപ്പോൾ 17 സ്കൂൾ കെട്ടിടം ഉയർന്നു വന്നത്, 5 സ്കൂൾ കെട്ടിടം കൂടി പണിയാൻ ആരംഭിച്ചിട്ടുള്ളത്. അതുപോലെ തൃത്താല ഗവൺമെൻറ് ആസ്പത്രി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 10 വർഷം മുമ്പുണ്ടാക്കിയതാണെന്ന് അറിയാമോ? ആ 89 കൊല്ലത്തിന് ശേഷം ആ ആശുപത്രിക്ക് ഒരു വലിയ കെട്ടിടപ്പ് വന്നു. 10 വർഷം ഇവിടെ UDF MLA ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ കാലത്ത് ഒന്നും ചെയ്യാതിരുന്നുകൊണ്ടാണ് ഇപ്പോൾ വലിയൊരു ആശുപത്രി കെട്ടിടം വന്നത്. അത് കണ്ടിരുന്നോ? കാങ്കപ്പുഴ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഈ സർക്കാരിൻ്റെ കാലത്ത് അനുമതി കിട്ടി, ഈ സർക്കാരിൻ്റെ കാലത്ത് കല്ലിട്ട്, ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കിയതാണ്. അതുപോലെ കൂട്ടക്കടവ് റെഗുലേറ്റർ 2018 പ്രളയത്തിൽ ഉപേക്ഷിച്ചതാണ്. ഞാൻ MLA ആയ ശേഷമാണ് അത് വീണ്ടും റിവൈവ് ചെയ്തെടുത്തത്. ഇപ്പോൾ യാഥാർത്ഥ്യമാവുകയാണ്. ITI അവിടെ പോയിട്ടുണ്ടായിരുന്നോ? ITI 50 വർഷത്തെ ആവശ്യമാണ്. 50 വർഷം നീണ്ട 10 വർഷം കിട്ടിയിട്ട് നിറവേറ്റിയില്ല. ഇപ്പോൾ യാഥാർത്ഥ്യമായി ആദ്യ ബാച്ച് ഇറങ്ങാൻ പോവുക. നഴ്സിംഗ് കോളേജ് എല്ലാ അനുമതികളും കിട്ടി. ഈ അധ്യയന വർഷം ക്ലാസ് ആരംഭിക്കാൻ പോവുകയാണ്. ഗവൺമെൻറ് മേഖലയിൽ നഴ്സിംഗ് കോളേജ് സർക്കാർ ഫീസിൽ കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടുകയാണ്. പിന്നെ കാരണപ്പുറയിലെ സ്റ്റേഡിയം, അവിടെയും പോയിട്ടുണ്ടാവില്ല. ആ സ്റ്റേഡിയത്തിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടും ഗാലറിയും മുതിർന്നവർക്ക് നടക്കാനുള്ള നടപ്പാതയും ഓപ്പൺ ജിംനേഷ്യവും ഒന്നല്ല 4 ആരംഭിച്ചു കഴിഞ്ഞു. ഇതൊന്നും തൃത്താലയിൽ മുമ്പുണ്ടായിട്ടുള്ള കാര്യങ്ങളല്ല. റോഡുകളാകെ ഒന്ന് നോക്കൂ. ഏത് റോഡാണ് മോശമായിട്ടുള്ളത്? PWD റോഡ് 29 എണ്ണം ഉള്ളതിൽ എല്ലാത്തിനും ഫണ്ട് വെച്ചു. 15 എണ്ണത്തിൻ്റെ പണി കഴിഞ്ഞു, 10 എണ്ണത്തിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. 4 എണ്ണം ഉടൻ ആരംഭിക്കും. കുളങ്ങൾ, മാങ്ങാട്ടുകുളം നിങ്ങളൊന്ന് പോയി കാണുന്നത് നല്ലതാണ്. ആ മാങ്ങാട്ടുകുളം 1 കോടി രൂപ ചെലവിൽ നിർമ്മിച്ചത്. അയൽ ജില്ലകളിൽ നിന്ന് വരെ ആളുകൾ കാണാൻ വരികയാണ്. ഈ പഞ്ചായത്തിലാണ് മാങ്ങാട്ടുകുളം. അതുപോലെ കപ്പൂരിലെ ചിറക്കുളം 5 കൊല്ലം മുമ്പ് വോട്ട് വെച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞു ഇത് നന്നാക്കും. ഇപ്പം നന്നാക്കിയിട്ടുണ്ട്. പറഞ്ഞതെല്ലാം പാലിച്ചിട്ടുണ്ട്. വാക്ക് പറഞ്ഞാൽ വാക്കാണ്. ഇനി 2ാം ഊഴവും ജയിച്ച് തൃത്താലയുടെ MLA ആയി വീണ്ടും വരികയാണെങ്കിൽ എന്തായിരിക്കും തൃത്താലക്കാർക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ളത്? ഞങ്ങളുടെ ഒരു പ്രകടന പത്രിക വരാനിരിക്കുന്നുണ്ട്. അതിപ്പോൾ പറയുന്നത് ശരിയല്ല. അതൊരു സർപ്രൈസ് ആയിട്ട് തന്നെ. തീർച്ചയായിട്ടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രതികൂലാവസ്ഥ മൊത്തത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നു? ഒരു പ്രതികൂലാവസ്ഥയില്ലല്ലോ. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ തവണ 4-4 4-4 കപ്പൂർ പഞ്ചായത്ത് ടോസിന് ജയിച്ചപ്പോഴാണ്. ഇത്തവണ ടോസിന് ജയിച്ച കപ്പൂർ പഞ്ചായത്ത് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. എന്നാൽ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട പരിദൂർ ഞങ്ങൾ തിരിച്ചു പിടിച്ചു. തൃത്താല പഞ്ചായത്ത് നഷ്ടപ്പെട്ടു. ഇത്ര വ്യത്യാസമുള്ളൂ. സ്ഥാനാർത്ഥി എന്ന നിലയ്ക്ക് തൃത്താലക്കാരോട് എന്താണ് പറയാനുള്ളത്? സ്ഥാനാർത്ഥി എന്ന നിലയിൽ പറയാനുള്ളത്, നിങ്ങൾ ഏൽപ്പിച്ച ചുമതല ഈ 5 വർഷം കൊണ്ട് ഭംഗിയായി നിറവേറ്റിയിട്ടുണ്ട്. പറഞ്ഞ എല്ലാ കാര്യവും ചെയ്തു, പറഞ്ഞതിനപ്പുറമുള്ള ചില കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അത് തുടരും. അത് തുടരാൻ ഒരവസരം കൂടി നൽകുന്നതാണ്. വളരെയധികം നന്ദി. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.